എല്ലാ തവണയും തെരഞ്ഞെടുപ്പിന് ഞാൻ വോട്ട് ചെയ്യാറുണ്ട്. അത് നമ്മുടെ ഒരു അവകാശമാണല്ലോ. അപ്പം ഇത്തവണയും സ്വാഭാവികമായിട്ടും ഈ സമയത്ത് ഇവിടെ ഉണ്ടാവണം എന്നുള്ളത് നമ്മളൊരു തീരുമാനം തന്നെയായിരുന്നു. പിന്നെ എനിക്കത് പലപ്പോഴും തോന്നാറുള്ളത് ഈ പ്രചരണങ്ങൾക്കും കോലാഹലങ്ങൾക്കൊക്കെ അപ്പുറത്ത് ജനം മനസ്സിലൊരു തീരുമാനം എടുത്തു വെച്ചിട്ടുണ്ട് നേരത്തെ തന്നെ. അത് തന്നെയാണ് ഈ സമ്മതിദാനാവകാശമായിട്ട് വരുന്നതെന്നുള്ളത്. കാര്യം നമുക്കറിയാം, ഇപ്പോൾ ഈ കുറേ നാളുകളായിട്ടുള്ള ഈ കോലാഹലങ്ങളും അവകാശവാദങ്ങളും അതൊക്കെ നമുക്ക് കേൾക്കുന്ന സുഖം തന്നെയാണ്. പക്ഷേ മൊത്തത്തിലൊരു വിലയിരുത്തലോട് കൂടിയിട്ട് ജനങ്ങൾ മനസ്സിൽ ഒരു കണക്കുകൂട്ടലെടുത്തിട്ടുണ്ടാകും. അത് ശരിയായ രീതിയിൽ നല്ല രീതിയിൽ ഉപയോഗിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരിക്കും തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഒരു യുദ്ധം പോലെയാണ് ഇപ്പോൾ കാണുന്നത്. കാരണം ഓരോ കൊല്ലങ്ങൾ കഴിയുന്നവരും അല്ലെങ്കിൽ ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോറും ഈ മത്സരങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ പ്രഖ്യാപനങ്ങളും വിവാദങ്ങളും ഒക്കെ കൂടിക്കൊണ്ടിരിക്കുന്നൊരു മോശപ്പെട്ട പ്രവണതയുണ്ട്. അപ്പോൾ അതിനപ്പുറത്ത് നമ്മൾ പറയുന്നത് കേരളത്തിലെ ജനങ്ങൾ ഒരുവിധം ബോധമുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരുടെ മനസ്സിൽ എല്ലാ രീതിയിലുള്ള കണക്കുകൂട്ടലുകളിലൂടെയും കൂടി നല്ല തീരുമാനം എടുക്കുമെന്നുള്ള ഒരു വിശ്വാസമുണ്ട്. പിന്നെ ഇത്തവണത്തെ പ്രചരണത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം തോന്നിയത് ചാണ്ടിയമ്മനോടാണ്. കാരണം ഒരു വലിയ ബഹളങ്ങളില്ലാതെ, ഫ്ലെക്സൊന്നും ഇല്ലാതെ, വലിയ ഒച്ചപ്പാടുകളില്ലാതെ ഒരു സ്ഥാനാർത്ഥിക്ക് അങ്ങനെ പ്രചരണം നടത്താമെന്ന് പറയുന്നത് അത് പാർട്ടി ഏതായാലും അതൊരു നല്ല മാതൃകയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെന്താണ്, നമ്മളെ നല്ല രീതിയിൽ നയിക്കാൻ പറ്റുന്ന ആളുകളുണ്ടാവട്ടെ. ചതിയും അഴിമതിയും അതല്ലെങ്കിൽ ഗുണ്ടായുസവും ഒന്നുമില്ലാതെ നമ്മളെ സമാധാനമായിട്ട് ജീവിതം മലയാളികൾക്ക് സമ്മാനിക്കാൻ പറ്റുന്ന ഒരു സർക്കാർ ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ നിയമസഭാ മണ്ഡലത്തിൻ്റെ പശ്ചാത്തലത്തിൽ എന്തെങ്കിലും അല്ല, ഇതിപ്പോൾ ഒരു നല്ല എന്താണ് ആരോഗ്യകരമായൊരു മത്സരമാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം 3 സ്ഥാനാർത്ഥികളേ ഉള്ളൂ, അധികം ആളുകളുടെ ബഹളങ്ങളില്ല. പിന്നെ ഒരുവിധം എല്ലാവരും മണ്ഡലത്തിനെ അറിയാവുന്ന ആളുകൾ തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ മണ്ഡലത്തിലുള്ള ആൾക്കാർക്ക് പരിചയമുള്ള രീതിയിൽ നല്ല രീതിയിൽ ആളുകൾ അതിനെ, പ്രത്യേകിച്ചും നമ്മളിപ്പോൾ ഈ കൃഷി മേഖലയും തെങ്ങും നെല്ലും ഒക്കെ ഉള്ളൊരു ഏരിയ ആണല്ലോ ഈ നാട്ടിക മണ്ഡലം എന്ന് പറയുന്നത്. അപ്പോൾ ആ മണ്ഡലത്തിനെ പറ്റി അറിയാവുന്ന ആളുകൾ നമ്മളെ നയിക്കട്ടെ.